പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 6-ാം തീയതി നമ്മുടെ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. നന്ദി. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 അപ്പാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് കർത്താവിന് സ്തോത്രം. ഞങ്ങളല്ല ഉണർന്നത്, അങ്ങ് ഞങ്ങളെ ഉണർത്തുകയായിരുന്നു. അതിനായിട്ട് സ്തോത്രം 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 അപ്പാ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നത് ഓർക്കുമ്പോൾ യഹോവ നിസിയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് ഞങ്ങളെ അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. യേശുവ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. അത്ഭുത മന്ത്രിയായ അങ്ങ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എല്ലായിടത്തും ഞങ്ങൾക്ക് അത്ഭുതങ്ങളെ കാണുവാൻ, ആമേൻ, അത്ഭുതങ്ങളെ ആമേൻ ചെയ്യുവാൻ, അത്ഭുതങ്ങളെ അറിയുവാൻ, അത്ഭുതങ്ങളെ അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആമേൻ. 146-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് ഞാൻ കീർത്തനം ചെയ്യും. സ്തോത്രം. നമുക്കും ഈ പ്രഭാതത്തിൽ പറയാം, കർത്താവേ, എനിക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ തന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങ് ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ അങ്ങ് തന്നിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അപ്പയോട് പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം. സന്തോഷവും സമാധാനവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആമേൻ. ശാരീരികമായ ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഓൾഡ് ഏജിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, വാർദ്ധക്യത്തിലുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങളെ കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ട് ആമേൻ ട്രീറ്റ്മെൻറ്റിന് വിധേയരായിരിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങളിത് പ്രഭാതത്തിൽ അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുക. ആ ഹൃദയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണമായി സ്വസ്ഥമാകുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കുടലിനകത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി ഇറങ്ങുകയും പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരുകയും ചെയ്യും. പൂർണ്ണ സൗഖ്യമുള്ളവരായി തീരട്ടെ, പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ. ആമേൻ ആമേൻ. ഇവരുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, എംബസികളിൽ പോകുന്നവരുണ്ട്, ആമേൻ, ഇമിഗ്രേഷനുകളിൽ പോകുന്നവരുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ ഗ്രേസ് ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മുമ്പേ അങ്ങയുടെ ദൂതനെ അയച്ച് തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും കറക്റ്റ് സമയത്ത് ലഭിപ്പാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുവാൻ അപ്പോൾ ഇടയെ വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്പെഷ്യൽ ഫേവർ ഡേ ആയി മാറട്ടെ. മൺഡേ ഒരു സ്പെഷ്യൽ ഫേവർ ഉണ്ടാകട്ടെ. മൺഡേ ഒരു സ്പെഷ്യൽ ഫേവർ ഉണ്ടാകട്ടെ. ഗവൺമെൻറ് ഓഫീസുകളിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഫേവർ ഉണ്ടാകട്ടെ.
ആമേൻ. അവർ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകട്ടെ. ഇന്ന് പകൽ അത്ഭുതത്തിൻ്റെ പകലായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് ഡിക്ലെയർ ചെയ്യുന്നു. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ കൺവെൻഷൻ്റെ ആരംഭ ദിവസമാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ 3 ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി മാറട്ടെ. വലിയ മഹത്വത്തിൻ്റെ ദിനങ്ങളായി മാറട്ടെ. വലിയ ദൈവപ്രവൃത്തി കാണുന്ന ദിവസങ്ങളായി മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരും കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൺവെൻഷൻ നടക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. കഴിഞ്ഞ 15 വർഷം കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇത് 16ാമത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെടും. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 50-ാമത്തെ വാക്യം 9 അതിൻ്റെ 50 വേഴ്സ് നമ്പർ 50. ഉപ്പ് നല്ലത് തന്നെ. അവൻ ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങൾ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും. നമുക്കറിയാം ഉപ്പ് എല്ലാം കൊണ്ടും നല്ലതാണ്. ഉപ്പ് നല്ലത് തന്നെ. പക്ഷേ ഉപ്പിൻ്റെ രുചിയില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഉപ്പിൻ്റെ രുചിയില്ലെങ്കിൽ അതെടുത്ത് പുറത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ഭരണിയിൽ വെച്ചിട്ടോ കിച്ചണിൽ വെച്ചിട്ടോ കാര്യമില്ല. നമ്മൾ പറയുക ഉപ്പിട്ടു, പക്ഷേ കറിക്ക് ഉപ്പിൻ്റെ രുചിയില്ല, അല്ലെങ്കിൽ ആഹാരത്തിനകത്ത് ഉപ്പിൻ്റെ രുചിയില്ല. നമ്മൾ ഉപ്പിടാനുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അതാണ് കർത്താവ് പറഞ്ഞു, നമ്മൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ്. ആമേൻ. കർത്താവ് നമ്മളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ഭൂമിയുടെ ഉപ്പ് അന്നത്തെ കാലത്ത് ഈ ഉപ്പിനെ ഉപയോഗിക്കുന്നത് അതിനെ പല രീതിയിലാണ്. ഉപ്പ് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുമായിരുന്നു, രുചി വരുത്തുവാൻ ഉപയോഗിക്കുമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പിലിട്ട് ഈ മീനൊക്കെ ഉപ്പ് വെച്ച് വെക്കും. എന്തിനാ? ചീത്തയായി പോകാതിരിക്കും. പിന്നെ ഈ നമ്മൾ പിക്കിളുകളൊക്കെ ഉണ്ടാക്കുന്ന ഉപ്പിലിടുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ പ്രിസർവേറ്റീവായിട്ടാണ് ഉപ്പിനെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് എന്തൊക്കെ? ഉപ്പ് രുചി വരുത്തും, ഉപ്പ് ശുദ്ധീകരിക്കും, ഉപ്പിനെ ഒരു പ്രിസർവേറ്റീവായിട്ട് ലോങ് ടൈം യൂസ് ചെയ്യുവാനായിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് മത്സ്യങ്ങളും മാംസങ്ങളും ഒക്കെ ഉപ്പിലിട്ട് വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ ആരാണ്? ഉപ്പാണ്. ഉപ്പിന് എന്തുണ്ട്? ഉപ്പൊരു ഇൻഫ്ലുവൻസ് ആണ്. ആമേൻ. ഉപ്പെന്ത് ചെയ്യും? ആമേൻ. നമ്മൾ എവിടെയാണോ അവിടെ നമ്മളൊരു ഇൻഫ്ലുവൻസ് ആണ്. ട്രാൻസ്ഫോം നമ്മൾ ആ ചുറ്റുപാടിൽ ഉള്ള അതിനെ എന്ത് ചെയ്യും? ട്രാൻസ്ഫോം ചെയ്യും. വീടാണെങ്കിൽ വീട്, ജോലിസ്ഥലമാണെങ്കിൽ ജോലിസ്ഥലം, നമ്മുടെ കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റി. ഇതെല്ലാം എങ്ങനെ? വിത്ത് ഗോഡ്ലി ക്യാരക്ടർ, ലവ് ആൻഡ് എക്സലൻസ്. ദൈവിക സ്വഭാവത്തിലും ദൈവിക സ്നേഹത്തിലും അതുപോലെ തന്നെ നമ്മളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയും നമ്മളെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർത്താവ് ദേശത്തെ ഒരു ഇൻഫ്ലുവൻസ് ആക്കുവാൻ, ആമേൻ, ഒരു അത്ഭുതമാക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഇതാ പറയുന്നത്. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്നത് കൊണ്ട്. ഉപ്പിന് രുചി വരുത്തുന്നത് ഉപ്പിനകത്തുള്ള ഉപ്പിൻ്റെ രസമാണ്. ഇതുപോലെ തന്നെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ദൈവ പൈതലാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എന്താണ് ദൈവാലയം എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തിനാണ് ദൈവാലയം എന്ന് പറയുന്നത്. ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. അവനിൽ ആരുടെ പ്രസൻസും ക്യാരക്ടറും ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ള ദൈവത്തിൻ്റെ. അപ്പം നമ്മൾ ദൈവ മക്കളാണ്. അവൻ അത് നമ്മളെ എല്ലായിടത്തും വ്യത്യസ്തരാക്കും. ആ ദൈവ മക്കളാകുന്ന നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ഇൻഫ്ലുവൻഷ്യലായി മാറും. ഇപ്പം നമ്മൾ എസ്തേറിനെ കുറിച്ച് ചിന്തിച്ചാൽ, എസ്തേർ അന്ന് രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, എന്താ ആ എസ്തേർ രാജാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അവിടെ അനുഗ്രഹം കൊണ്ടുവരുവാൻ സാധിച്ചു. ഇപ്പം ദാനിയേലിനെ സംബന്ധിച്ച് ദാനിയേലും എന്ത് ചെയ്തു? ദാനിയേലിൻ്റെ വിശ്വാസവും ദാനിയേലിലുള്ള ദൈവകൃപയും ആ ദേശത്ത് തന്നെ മാറ്റം വരുത്തുവാൻ സഹായിച്ചു. ആമേൻ. അവർ അവിടെ ഉപ്പായി മാറി. എസ്തേർ അവിടുത്തെ ഉപ്പായിരുന്നു, ദാനിയേൽ അവിടുത്തെ ഉപ്പായിരുന്നു. ആമേൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ദൈവം എവിടെ
എവിടെ ആക്കി വെച്ചിരിക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊണ്ട്, നമ്മുടെ ഈ മാനുഷിക ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ ഈ കുരുട്ട് ബുദ്ധികൾ ഉപയോഗിച്ചല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നമ്മളവിടെ ഇൻഫ്ലുവൻസറായി മാറണം, എൻവയോൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യുന്നവരായി തീരണം. ആമേൻ. അതിനെ അനുഗ്രഹമാക്കി തീർക്കുന്നവരായിരിക്കണം. ഒരിക്കലും ഒരു ചെറുപ്പക്കാരനായ ഒരു 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 ദൈവ പൈതലിൻ്റെ ഒരു ടെസ്റ്റ് മണി ഇങ്ങനെ ഉണ്ടായി. ആമേൻ. അവൻ ഡിസൈഡ് ചെയ്തു അവനെന്നും അവൻ്റെ കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ കമ്പനി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കും. അവൻ അവിടെ ചെന്നിട്ട് പറയും, കർത്താവേ, എൻ്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യമാവുള്ളൂ, ഈ കമ്പനി അനുഗ്രഹിക്കപ്പെടണം, ഈ കമ്പനി നിലനിൽക്കണം, ഈ കമ്പനിയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങണം, മറ്റെല്ലാ കമ്പനികളെക്കാളും ഈ കമ്പനി അനുഗ്രഹമായി തീരണം എന്ന് അവൻ നിരന്തരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, വളരെ ചുരുക്കം കാലം കൊണ്ട് ഇവൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഇവനിൽ ദൈവകൃപ വർദ്ധിക്കുവാനും ഇവൻ ഈ കമ്പനിയിൽ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലായി മാറി. എല്ലാവർക്കും ഇവനോട് സ്നേഹമാണ്. ഇവൻ ചെയ്യുന്നതൊക്കെ സക്സസ് ആകാൻ തുടങ്ങി. അതുമാത്രമല്ല, ഈ കമ്പനിയുടെ അറ്റ്മോസ്ഫിയർ മാറാൻ തുടങ്ങി. കമ്പനിയിലേക്ക് വർക്കുകൾ വരുന്നു, കമ്പനിയുടെ പ്രൊജക്റ്റുകൾ കൂടുതൽ കിട്ടുന്നു. അതുമാത്രമല്ല, പ്രോഫിറ്റബിൾ ആകാൻ തുടങ്ങി. അതിലുപരിയായി മറ്റു പല കമ്പനികൾക്കും ചെയ്യാൻ കഴിയാത്തതും, മറ്റു പല കമ്പനികളും സാഹചര്യങ്ങൾ കൊണ്ട് തകരുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴും ഈ കമ്പനി നിലനിന്നു. അതിന് കാരണം ഒരു ദൈവ പൈതൽ, അതായത് ഒരു വിശ്വാസി ദൈവ സാന്നിധ്യത്തിൽ അവിടെ ഉണ്ടായിരുന്നതാണ്. അതായത് അവൻ ഉപ്പായിട്ട്, അവൻ പ്രിസർവേറ്റീവായിട്ട് നിന്നു, അവൻ പ്യൂരിഫിക്കേഷൻ അവൻ ചെയ്തു. അതുമാത്രമല്ല, അവൻ അതിന് രുചി വരുത്തി, അവൻ്റെ സ്ഥാപനത്തെ അനുഗ്രഹമാക്കി. നമ്മളെ എവിടെയാക്കുന്നോ അവിടെ നമ്മളെ ദൈവം വിളിച്ചത് അങ്ങനെ ആകുവാൻ. നമ്മളൊരു അനുഗ്രഹമായി നിൽക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരണം. ഉപ്പ് കാരമില്ലാതെ പോയാൽ, ഒരു ദൈവവൈതൽ ദൈവ സാന്നിധ്യമില്ലാതെ, ദൈവിക രുചിയില്ലാത്തവനായി തീർന്നു, അവനെ കൊണ്ട് എന്താ പ്രയോജനം? നമ്മൾ ദൈവവൈതലാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, ട്രെയിനിൽ കയറുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മളിൽ ദൈവസാന്നിധ്യമില്ല, നമ്മളെക്കൊണ്ട് ലോകത്തിന് ഒരു ഗുണവുമില്ല, നമ്മൾ പോകുന്ന ജോലി സ്ഥാപനത്തിന് ഒരു ഗുണവുമില്ല. എന്താ പ്രയോജനം? അങ്ങനെ ആകാനല്ല ദൈവം വിളിച്ചത്. നമ്മളെ വിളിച്ചത് ഉപ്പാണ്. നമ്മൾ ലോകത്തിൻ്റെ, ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ ഏത് സ്ഥാപനത്തിനാണോ ആ സ്ഥാപനത്തിൻ്റെ ഉപ്പാകുന്നു. ആമേൻ. നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ ഉപ്പാകുന്നു. നിങ്ങൾ ഏത് കുടുംബത്തിലാണോ ആ കുടുംബത്തിൻ്റെ ഉപ്പാകുന്നു. അങ്ങനെ ആയിത്തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഫ്രൂട്ട്ഫുൾ ആയിത്തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച കർത്താവെ, എന്നെ ഫ്രൂട്ട്ഫുൾ ആക്കി തീർക്കണം. ഞാൻ എവിടെയാണോ അവിടെ ഫ്രൂട്ട് ഉണ്ടാകട്ടെ. ആ രുചി വരുത്തുവാൻ, പ്രിസർവ് ചെയ്യുവാൻ, പ്യൂരിഫൈ ചെയ്യുവാൻ കർത്താവിനെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.